ദാ അതേ ഇല്ല ഉണ്ട്. പെരുമാളം വാ. ഒരു ചായ കൂടി. പിന്നെ എന്നെ പോലെയല്ല, പെരുമാളിന് മധുരമാവാട്ടോ. വാ പെരുമാൾ, പറയേ. പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളൂ. CM-നോട് വളരെ തീവ്രമായ ശത്രുത ആർക്കെങ്കിലും ഉണ്ടോ? പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തൻ, സന്തത സഹചാരി. നിങ്ങൾ കാണാതെ കേൾക്കാതെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു ശത്രുവിനും കടന്നു പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആരെയും സംശയമുണ്ടോ? ശത്രുക്കൾ ഒരുപാടുണ്ട് സഖാവിന്, അതൊന്നും എണ്ണിയാ തീരില്ല. മൂപ്പര് ഒരു ടൈപ്പാണെന്ന് അറിയാലോ. അദ്ദേഹത്തിന്റെ പോളിസികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പല ബിസിനസ് കമ്മ്യൂണിറ്റികളും ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റിയല്ല, മാഫിയാസ്. റിയൽ എസ്റ്റേറ്റ് മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, ലോട്ടറി മാഫിയ തുടങ്ങി ഒരുപാടുണ്ടല്ലോ. അതെ, ചുരുക്കി പറഞ്ഞാൽ പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സഖാവിന്റെ ശത്രുക്കളാ. ഈ പറഞ്ഞ മാഫിയാസിൽ എനിക്ക് സംശയം തോന്നിയ ചിലരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തുടക്കത്തിന്. ഈ ലിസ്റ്റിൽപ്പെട്ട ആരെയും സംശയിക്കാൻ ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും തുടങ്ങില്ലേ പറ്റൂ. മനസ്സിലായി. ലിസ്റ്റ് ഒരൽപ്പം കട്ടിയ. ആ ലിസ്റ്റില് ലോട്ടറി രാജാവ് ശെൽവം കണ്ണൻ, മണൽ മാഫി ഈപ്പൻ, അബ്കാരി നാരായണൻ തുടങ്ങിയവരൊക്കെ CM വളരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഈ മാഫിയാസ് അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് സംശയിക്കാം? ചോദ്യം മനസ്സിലായി. പാർട്ടിയിലെ ഭിന്നത, അതല്ലേ പെരുമാൾ ഉദ്ദേശിച്ചത്? വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നാൽ അങ്ങനെയൊന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയില്ല പെരുമാൾ. നിങ്ങളോടൊന്നല്ല, ആരോടും. ഞാനും ഒരു സഖാവാ. ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. പിന്നെ നിങ്ങൾ പോലീസിന്റെ രീതിയിൽ അന്വേഷിക്കാം. ദാറ്റ്സ് യുവർ ബിസിനസ്. ലക്ഷ്മി സർ, ഒന്നുകൂടെ ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. മേക്കപ്പ് കൂടുതലാണ് സർ. അതോ ഇനി വല്ല ലൈൻ ഉണ്ടോ പുതിയത്? സാറുള്ളപ്പോ വേറെ ആരെങ്കിലും ലൈൻ അടിക്കാൻ പറ്റൂ? ഞങ്ങളൊന്ന് പ്രേമിച്ചോട്ടെ. ആയിക്കോട്ടെ സർ. വാ. ഇതെന്താ സർ? ലവ് ലെറ്റർ വായിച്ചു നോക്ക്. സർ, ഇപ്രാവശ്യം ഒരുപാടുണ്ടല്ലോ സർ. ഈ വർക്കിനെ കുറിച്ച് ഞാൻ എപ്പോ സംസാരിച്ചാലും ലക്ഷ്മിക്ക് ചെവി മാത്രമേ കേൾക്കൂ. മനസ്സിലായി സർ. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. വളരെ പ്രിക്കോഷൻസ് വേണ്ട ഒരു ജോബാണിത്. അതുകൊണ്ടാ ഈ നമ്പേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ്, ഇൻകമിംഗ്, ഔട്ട് ഗോയിങ്, ഓൾ മാക്സിമം. ഓക്കെ സർ. ഇത് എപ്പോഴേക്ക് വേണം സർ? പറ്റിയാ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. അയ്യോ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പോ? സർ, ഫോർമാലിറ്റീസിന്റെ പുറകെ പോകാൻ ആര് പറഞ്ഞു? മൊബൈൽ കമ്പനിയിൽ ചെക്കന്മാരില്ലേ, എക്സിക്യൂട്ടീവ്സ്. കണ്ണേ പൊന്നെ മുട്ടേന്നൊക്കെ വിളിച്ചാൽ ഏത് ഇൻഫർമേഷനെ തരാത്തെ? മൊബൈൽ കമ്പനിയുടെ ഓണർഷിപ്പ് വേണം എഴുതണം. ഞാൻ ശ്രമിക്കാം സർ. എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ജോബ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എത്രയും വേഗം, അത്ര ഞാൻ പറയുന്നു. യെസ് സർ. എയർസെൽ, എയർടെൽ, വോഡഫോൺ, റിലയൻസ്, ഐഡിയ എല്ലാം ഉണ്ട്. ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ എങ്ങനെ ലക്ഷ്മി? മൊബൈൽ എക്സിക്യൂട്ടീവ്സിനെ കുട്ടാമുട്ടേന്നൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും അങ്ങനെ സാറ് പറയുന്നത്. ഓക്കെ, ക്യാൻ ഡു ഇറ്റ് ഫാസ്റ്റ്. ഇന്റർപോൾ, CIA, FBI, മൊസാദ് ഇവർക്കൊക്കെ ഒഫീഷ്യൽ റിക്വസ്റ്റ് പോകുന്നതിൽ കുഴപ്പമില്ല സർ. പക്ഷെ കോർ മാറ്റർ, സംഗതിയുടെ ന്യൂക്ലിയസ് പുറത്തു പോരുന്ന മാത്രമേ ഉള്ളൂ. അതെ, അതാണ് സാർ ഞാനും പറഞ്ഞു വരുന്നത്. നമ്മൾ ചിലർ അറിഞ്ഞതിൽ കൂടുതൽ മറ്റാരെങ്കിലും ഇത് അറിയുന്നുണ്ടോ, അറിയാൻ ശ്രമിക്കുന്നുണ്ടോ?
somebody is watching me, sir. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ADGP പീറ്റർ സക്കറിയ സാറിന്റെ പടിവാക്കിലാണ് സർ. കണ്ടിട്ട് വിളിക്കാം. ഓക്കെ. പണ്ട് നീ എന്റെ കീഴിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ ദിവസവും 2 പ്രാവശ്യമല്ലേ യൂണിഫോം മാറിയിരുന്ന്. ഇപ്പം ആ സ്റ്റൈലൊന്നും മാറ്റി 3 പ്രാവശ്യമാക്കി. ഇത്രയും വൃത്തിയും ഷൈനിങ്ങും ഉള്ള ഷൂസ് കേരള പോലീസിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. പക്ഷെ സാറിന് എന്താ പറ്റിയത്? സാറിന്റെ എത്രയോ ജൂനിയറാ ഞാൻ. എന്നെ കാണുന്നുണ്ടെങ്കിൽ എടാ പെരുമാളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഞാൻ സാറിന്റെ മുമ്പിൽ ഒന്ന് സല്യൂട്ട് അടിച്ച് നിൽക്കില്ലേ? ഇത് എന്നോട് പിണക്കമാണോ? എന്നെ ഇഷ്ടമല്ലേ? എന്താ എന്നെ കാണാൻ വരാത്തെ എന്നൊക്കെ പറഞ്ഞ SMS-ഉം ഒരുപാട് മിസ് കോളും ചില പെമ്പിള്ളേരെ കൂട്ട്. സർ, വാട്ട്സ് യുവർ റിയൽ പ്രോബ്ലം? ടെൽ മീ. എടാ, എന്നെ പോലെ സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഫോഴ്സിലുണ്ടോ? നീ പറ. എന്നിട്ടും എനിക്കെന്നും അവഗണന. ആ തെണ്ടികളുണ്ടല്ലോ 2 DGP-മാർ, രണ്ടും സർവീസിൽ എന്റെക്കാൾ ജൂനിയർ. എന്നിട്ട് പവർ അവർക്കാ. കാരണം എന്നാന്നറിയാവോ? ക്ലീൻ അടിക്കാൻ എന്നെ കിട്ടില്ല. നിനക്കറിയാമോ, നിന്നെ ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിക്കാതിരിക്കാൻ അവര് മാക്സിമം ശ്രമിച്ചു. എന്റെ ഒറ്റയാളുടെ നിർബന്ധമാ നിന്നെ ഇതിന്റെ ചുമതലക്കാരനാക്കിയത്. എന്നിട്ടാണോ സാറിന് പവറില്ലാന്ന് പറയുന്നത്? 2 DGP-മാർ മാക്സിമം എതിർത്തിട്ടും സാറിന്റെ ഒറ്റയാളുടെ പവർ കൊണ്ടല്ലേ എന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. അതിപ്പം പവർ എന്നൊക്കെ പറയുമ്പോ സാറിനെ ആരവഗണിച്ചാലും ഞാൻ സാറിനെ അവഗണിക്കില്ല. വാസ്തവാണോ നീ പറയുന്നേ? വാസ്തവം. സത്യത്തെ സ്നേഹം കൊണ്ട് നിന്നെ എനിക്കിപ്പോ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. പക്ഷേ ഷർട്ട് ചുളിയും. ഒരല്പം ജോലി തിരക്കൊണ്ട് ഞാൻ പോയിട്ട് വന്നാ മതി സാർ. ഓഹോ, ആയിക്കോട്ടെ. ഇവൻ എനിക്കിട്ട് അലമ്പ്. എവിടെ കണ്ടാലും തൂത്തോണം. സ്വാമി ഒറ്റ ഒരുത്തന്നെ സെക്രട്ടറി മൊത്തം തുപ്പി തൂറി നാശാക്കി വെച്ചിരിക്കുന്നു. എവിടെ ലിസ്റ്റ്? എനിക്ക് പോയിട്ട് ധൃതി. നടക്കില്ല അരവിന്ദ, നടക്കില്ല. അരവിന്ദനല്ല, ഇനി ആര് വന്ന് ചോദിച്ചാലും CM-നെ വിസിറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് തരാൻ പറ്റില്ല. ഉത്തരവാദിത്വപ്പെട്ടവർ റിട്ടേൺ ആയിട്ട് എഴുതി തരണം. അതെവിടെങ്കിലും തുപ്പി തൊലയ്ക്കും. അല്ല വേണ്ടത്, ഇതിനകത്തോട്ട് നിക്ഷേപിക്കും. സ്വാമി അത് ജാട കാണിക്കാതെ ലിസ്റ്റിങ്. നത്തിങ് ഡൂയിങ്. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ് തരാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. വേണ്ട വേണ്ട വേണ്ട. താൻ അതുകൊണ്ട് എന്റെ പുറകെ നടക്കും. വാങ്ങിച്ചോ 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 എന്ന് പറഞ്ഞു. അതിനുള്ള പണി ഞാൻ തനിക്കിട്ട് വെച്ചിട്ടുണ്ട്.